പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഫെസ്റ്റ് ഡേയിൽ ഒന്നാമത്തെ ദിവസം ബ്രദറിൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്, ഞാൻ ഒത്തിരി നേരം പ്രാർത്ഥിക്കും. ഒത്തിരി നേരം എന്ന് പറയുമ്പം ചിലർ വിചാരിക്കും 2-3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു ദിവസം ഞാൻ 14-15 മണിക്കൂർ പ്രാർത്ഥിക്കും. ഞാൻ ഡാനിയൽ അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് കൂടി അച്ഛൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഹോളി സ്പിരിറ്റ് ഇങ്ങനെയുള്ളൊരു അനുഗ്രഹം തന്നത്. അതുവരെ എനിക്ക് 10-15 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പൂർണ്ണത കിട്ടുന്നില്ല. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നീതിയെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ആ നീതിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ബ്രദറിന് വ്യക്തമാകും. എന്നിട്ട് എനിക്കൊരു ബ്ലെസ്സിങ് തന്നു. ആ ബ്രദറിൻ്റെ കൈ എൻ്റെ നെറ്റി വെച്ചപ്പോൾ തന്നെ ഒരു വലിയ തീക്കട്ട വെക്കുന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ തലച്ചോറിനുള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ആ ഗാനം ആലപിക്കുമ്പോഴും ആരാധന സമയത്തൊക്കെ എൻ്റെ ശരീരത്തിൽ ഒരു പുതിയ ഒരു ഉറ എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ അമർത്തി കയറ്റുന്നത് പോലെയും എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഇളകി വരുന്നത് പോലെ എൻ്റെ ഷോൾഡറും എൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ ഞാൻ ഒരു വിമ്മിഷ്ടം പോലെ, അതേസമയം എനിക്കൊരു കുളിർമയും ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹോളി സ്പിരിറ്റ് ആദ്യം എനിക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ ഡാനിയൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഹോളി സ്പിരിറ്റിൻ്റെ ശക്തിയാണ് എന്ന് അച്ഛനത് എന്നോട് വ്യക്തമാക്കി തന്നായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ അപ്പോഴപ്പോൾ തന്നെ അച്ഛനോട് പറയും. അച്ഛൻ അതിൻ്റെ അതിൻ്റെ ശക്തമായ എന്താണെന്ന് അച്ഛൻ എനിക്കത് പറഞ്ഞു തരികയും ചെയ്തിരുന്നു. പക്ഷേ തോമസ് ബ്രദർ എൻ്റെ നെറ്റിയിൽ കൈവച്ചതിന് ശേഷം എനിക്ക് ഈ ആരാധന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉറ എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഇറക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുന്നു. അത് എനിക്ക് തോന്നുന്നു ദൈവം തന്നെ ബ്രദറിലൂടെ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു അഹങ്കാരം, എൻ്റെയിലുണ്ടായിരുന്ന ഒരു പരിചയ സ്വഭാവം, ഈ എന്ത് കാര്യവും പ്രാർത്ഥിച്ച് നേടാമെന്നുള്ളൊരു ഒരു 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 അഹങ്കാരം എനിക്കുണ്ടായോ എന്ന് എനിക്ക് തോന്നുന്നു. ആരോട് സംസാരിക്കുമ്പോഴും ഞാൻ പറയും, സാരയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയുടെ ഈശോ എഴുന്നള്ളിച്ച് ഇരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നമുക്കത് സാധിക്കാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം, അതെൻ്റെ കഴിവായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഞാനത് ഈശോയുടെ മുമ്പിൽ അതിന് ഞാൻ ക്ഷമ പറയുന്നു. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ബ്രദർ ഇവിടെ മീൻകറിയുടെ കാര്യം പറഞ്ഞതാണ്. അത് വലിയൊരു ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതെല്ലാം എൻ്റെ പുതിയ അനുഭവങ്ങളാണ്. ഞാൻ സങ്കീർത്തനം തന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് എല്ലാം വായിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രഭാത പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും ഒക്കെ വായിക്കുന്ന സങ്കീർത്തനങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് ആ മീൻകറിയുടെ കാര്യമാണ്. അപ്പോൾ മീൻകറിയുടെ കാര്യം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് ഈശോയാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ബ്രദർ എല്ലാവരുടെയും മുമ്പിൽ ഒത്തിരി പേരിവിടെ ടേബിളിൻ്റെ മുമ്പിൽ ഒത്തിരി വിശിഷ്ടമായ നെയ്മീനുണ്ട്, കൊഞ്ചുണ്ട്,
വേറെ എന്തൊക്കെയോ മീൻ എൻ്റെ ടേബിളിൽ കൊണ്ടുവച്ച നെത്തോലിയായിരുന്നു സത്യം. അപ്പം അതെ, ചെറിയ മീനല്ല. പക്ഷേ എനിക്കങ്ങ് അപ്പോൾ ബ്രദറിനെ കാണുന്നുണ്ട്, ഈശോയുടെ തൊട്ടടുത്ത് ഈശോയുടെ കൂടെ നിൽക്കുന്നുണ്ട് ബ്രദർ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കും എൻ്റെ അടുത്തും 2-3 വൃത്തൊക്കെ നെത്തോലി ഇരിക്കുന്നു. ചിലരൊക്കെ ഇങ്ങനെ കൈവച്ച് മാറ്റി വെക്കുന്നു. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്താ എനിക്ക് ഈ നെത്തോലി എനിക്ക് മാത്രം അവിടെയൊക്കെ നെയ്മീനും കൊഞ്ചും ഒക്കെ ഇരിക്കുന്നല്ലേ, എനിക്കെന്താ ഈ നെയ്മീൻ തരാതെ കൊഞ്ച് തന്നത്? അപ്പോൾ ഈശോ പറഞ്ഞതാണ്, നിൻ്റെ ഇഷ്ടമല്ല, അത് എൻ്റെ ഇഷ്ടമാണ്. അയ്യോ, എനിക്കതങ്ങൊരു വലിയ കാരണം വലിയ സങ്കടമായിപ്പോയി. അപ്പം നമ്മുടെ ഇഷ്ടമല്ലല്ലോ ഈശോയുടെ ഇഷ്ടമാണല്ലോ നടക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈശോയുടെ ക്ഷമ പറഞ്ഞു. അയ്യോ, ഞാനങ്ങനെ ചോദിച്ചു പോയില്ല, ഈശോയെ ക്ഷമിക്കണമേ. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നി, ഇത് നിനക്ക് തരുന്ന വരദാനങ്ങളാണ്, അതിലെത്രയുണ്ടെന്ന് നോക്കുന്നു. എനിക്കത് പറയാൻ എന്തുവാ, നിനക്ക് തന്ന വരദാനങ്ങളാണ്. എല്ലാവരുടെ മുമ്പിൽ ഞാൻ വരദാനങ്ങൾ വെക്കുന്നുണ്ട്, പക്ഷെ ആരും ചോദിക്കുന്നില്ല ഇതെനിക്കെന്താ തന്നതെന്ന്. നീ ചോദിച്ചു, നിന്നോട് ഞാൻ മറുപടി പറയുന്നു, ഇത് നിനക്ക് തരുന്ന വരദാനങ്ങളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോ എനിക്ക് ഒത്തിരിയേറെ വരദാനങ്ങൾ തരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒത്തിരി പേരുടെ മുമ്പിൽ ഇങ്ങനെ മീൻകറികൾ ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇന്ന് പോകുന്നതിന് മുമ്പ്, ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈശോയോട് ചോദിക്കണം കേട്ടോ. എല്ലാവർക്കും ഈശോ അത് എന്തുവാണെന്ന് പറഞ്ഞു തരും. മനസ്സിലാവും.